നമസ്കാരം. എം ഡി ജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ് എന്നുള്ള ആപ്പിൽ എക്സർസൈസ് 1.1 ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സെറ്റുകളാണ്. പല തരത്തിലുള്ള സെറ്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കത് നോക്കാം. ടൈപ്സ് ഓഫ് സെറ്റ്സ്. അതിൽ ഫസ്റ്റ് വണ്ണിന്റെ പേര്, ഫസ്റ്റ് സെറ്റിന്റെ പേര്, ഫസ്റ്റ് ടൈപ്പിന്റെ പേര് ഇങ്ങനെയാണ്: എം ടി സെറ്റ്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് പറയും നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ്, VOID, വോയിഡ് സെറ്റ് എന്നും പറയും. ഇപ്പൊ എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എല്ലാം ഒരേ മീനിങ് തന്നെയാണ്. ഇപ്പൊ ഈ മൂന്ന് പേരിൽ അറിയപ്പെടും. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ എഴുതാം. A is equal to set of all x such that x is a natural number between 2 and 3. അപ്പോൾ എന്താ എഴുതിയത്? ഏതൊരു സെറ്റ് ഞാൻ ഇവിടെ എഴുതിയേക്കാണ്. എന്താ എഴുതിയിരിക്കുന്നത്? A is equal to set of all x such that x is a natural number. x ഒരു നാച്ചുറൽ നമ്പർ ആണ്. ബിറ്റ്വീൻ 2 and 3. 2നും 3ക്കും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ ആണ് എക്സ്. അപ്പോൾ 2നും 3ക്കും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതിയാൽ ഏതൊക്കെ വരും? 2നും 3ക്കും ഇടയ്ക്ക് നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെറ്റിനെ നമ്മൾ എലമെന്റ്സ് എഴുതാൻ ശ്രമിച്ചാൽ ഒരു എലമെന്റും കിട്ടത്തില്ല. ആ സെറ്റിന്റെ ബ്രാക്കറ്റ് എഴുതി വെക്കാനേ പറ്റത്തുള്ളൂ. ഇതുപോലെ എഴുതി വെക്കാനേ പറ്റൂ. അതായത് 2നും 3ക്കും ഇടയ്ക്ക് ആരില്ല? നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൽ എലമെന്റ്സ് ഒന്നും ഇല്ല എന്നർത്ഥം. ഒരു സെറ്റിൽ എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പറയുന്ന പേരാണ് എന്താ? എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്, അല്ലെങ്കിൽ എന്തെന്ന് പറയും? വോയിഡ് സെറ്റ് എന്ന് പറയും. അപ്പൊ ആ എം ടി സെറ്റിനെ അല്ലെങ്കിൽ നൾ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇത് തന്നെയാണ്. ഒരു സെറ്റ് എഴുതി വെക്കുക, ഇതുപോലെ ഒരു സെറ്റ് ബ്രാക്കറ്റ് എഴുതി വെക്കുക. അല്ലെങ്കിൽ വേറെ സിമ്പിൾ ഉണ്ട്, ഇതേപോലെ ഒരു, ഇതിനെ വായിക്കുന്നത് ഫൈ എന്നാണ്, PHI, ഫൈ. എം ടി സെറ്റിനെ വായിക്കുന്നത് അല്ലെങ്കിൽ നൾ സെറ്റിന്റെ ഒരു സിമ്പിൾ ആണ്. ഈ സിമ്പിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാം. എന്താണ് ഈ സിമ്പിളിന്റെ പേര്? സിമ്പിളിന്റെ പേര് ഫൈ എന്നാണ്. പക്ഷെ നമ്മൾ ഫൈ എന്നല്ല ഇവിടെ പറയുന്നത്. എന്താ? എം ടി സെറ്റ് എന്നാണ് പറയുന്നത്. സെറ്റിന്റെ കേസിൽ എം ടി സെറ്റ്, സിമ്പിളിന്റെ പേരാണ് ഫൈ. പക്ഷെ നമ്മൾ എം ടി സെറ്റ് എന്നാണ് സെറ്റിൽ ഇതിനെ വായിക്കുന്നത്. എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ്, ഈ രണ്ട് സിമ്പിളും യൂസ് ചെയ്യാം. അപ്പോൾ ഒരു സെറ്റില് എലമെന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ ആ സെറ്റിനെ പറയുന്ന പേരാണെന്ത്? എം ടി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്. അടുത്ത രണ്ടാമത്തെ സെറ്റിന്റെ പേര് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. സെക്കൻഡ് വൺ ഫൈനൈറ്റ് സെറ്റ് എന്നാണ് പേര്. ഫൈനൈറ്റ് സെറ്റ്. അപ്പോ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. ഒരു സെറ്റില് കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഇത്രയും എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ ആ സെറ്റിനെ പറയുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് A is equal to സെറ്റ് 1 2 3 4 5 നോക്കുകയാണെങ്കിൽ ഈ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട് നമുക്കറിയാം. എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5, 5 എലമെന്റ്സ് ഉണ്ട്. അപ്പോ കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താ? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ, നമ്മൾ വവൽസിന്റെ കേസ് പറയാറുണ്ട്, AEIOU. അപ്പോൾ ഈ സെറ്റിലെ എത്ര എലമെന്റ്സ് ഉണ്ട്? ഇവിടെ എത്രയുണ്ട്? AEIOU 1 2 3 4 5, 5 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര എലമെന്റ്സ് ഉള്ള സെറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഈ ഫൈനൈറ്റ് സെറ്റിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിന് ഓർഡർ അല്ലെങ്കിൽ ഓർഡർ ഓഫ് എ സെറ്റ് അല്ലെങ്കിൽ കാർഡിനാലിറ്റി എന്ന് പറയും. കാർഡിനാലിറ്റി, അതായത് ഓർഡർ അല്ലെങ്കിൽ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയെന്ന് പറയുന്നതിനാണ് എന്താ? ഓർഡർ അല്ലെങ്കിൽ കാർഡിനാലിറ്റി എന്ന് പറയും. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഫസ്റ്റ് സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിന്റെ ഓർഡർ അല്ലെങ്കിൽ കാർഡിനാലിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം ഓർഡർ ഓഫ് എ. ഓർഡർ ഓഫ് എ എന്നാണ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ, N ഓഫ് എ എന്ന് എഴുതും. ഓർഡർ ഓഫ് എ എന്നോ N ഓഫ് എ, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്നോ ആണ്. അത്രയാണ് ഇവിടെ 5 ആണ്. അതുപോലെ നമുക്ക് ഇവിടെയും ഓർഡർ ഓഫ് വി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് വി അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് വി എന്ന് പറയുന്നത് എത്രയാണ്? അവിടെയും 5 ആണ്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഓർഡർ അല്ലെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ്.
ഓർഡർ ഓഫ് എ യു ഇങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്നിട്ടും എഴുതും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഓർഡർ അല്ലെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ്. അതപ്പോൾ ഫൈനൈറ്റ് സെറ്റിനെ നമുക്ക് ഓർഡർ പറയാൻ പറ്റത്തുള്ളൂ. അടുത്ത സെറ്റിന്റെ പേര്, തേർഡ് സെറ്റിന്റെ പേര് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയും. ഇൻഫിനിറ്റ് സെറ്റ്. അപ്പൊ ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു സെറ്റിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല എങ്കിൽ, അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസ് നമുക്കറിയാം. n = സെറ്റ് 1 2 3 4 എക്സെട്ര എന്ന് പറയുന്ന ഈ നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, എവിടെയാണ് നമുക്ക് എണ്ണാൻ പറ്റത്തില്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഇൻഫിനിറ്റ് സെറ്റ് ആണ്. അപ്പൊ ഇൻഫിനിറ്റ് സെറ്റിന്റെ ഓർഡർ നമുക്ക് പറയാൻ പറ്റത്തില്ല, നോട്ട് ഡിഫൈൻഡ് ആണ് ഇൻഫിനിറ്റ് സെറ്റിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. അപ്പൊ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് വരുന്നതിനാണ് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞ ഏതാ എം ടി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്. ഒരു സെറ്റ് എലമെന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് എം ടി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? ഫൈ. ആ സിമ്പിളിന്റെ പേരാണ് ഫൈ. അപ്പോൾ നമ്മൾ സെറ്റിന്റെ കേസ് വായിക്കുമ്പോൾ നമ്മൾ എന്താ എം ടി സെറ്റ് എന്നാണ് സിമ്പിളിനെ വായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെറ്റ് ബ്രാക്കറ്റ് ഇട്ട് വെച്ചാലും മതി. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? രണ്ടാമത് പറഞ്ഞത് ഫൈനൈറ്റ് സെറ്റ്. ഒരു സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സിനെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും എങ്കിൽ, കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ്. അതുപോലെ ഒരു ഫൈനൈറ്റ് സെറ്റിന് എന്തുണ്ട്? ഓർഡർ അല്ലെങ്കിൽ കാർഡിനാലിറ്റി എന്ന് പറയും. അന്ന് പറഞ്ഞാൽ എന്തെന്നേ ഉള്ളൂ, അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് എണ്ണി എഴുതുക. അതാണ് എന്താ കാർഡിനാലിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ ഓർഡർ ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻഫിനിറ്റ് സെറ്റ്. എന്താണ് ഇൻഫിനിറ്റ് സെറ്റ്? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയൽ നമ്പർ എല്ലാം എന്താണ്? അതെല്ലാം അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയും. നമുക്ക് അടുത്ത നാലാമത്തെ സെറ്റിന്റെ പേര് സിംഗിൾട്ടൺ സെറ്റ് എന്നാണ്. സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റില് ഒരു എലമെന്റ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ പറയുന്ന പേരാ സിംഗിൾട്ടൺ സെറ്റ്. A set consists of only one element is called a singleton set. എക്സാമ്പിൾ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ A = set 1 അല്ലെ, അല്ലെങ്കിൽ B = set 0, അല്ലെങ്കിൽ C = set 5. അപ്പൊ ഈ കാണുന്നതൊക്കെ സിംഗിൾട്ടൺ സെറ്റ് ആണ്. ഈ സെറ്റിൽ ഒരു എലമെന്റേ ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓർഡർ ഓഫ് ബി അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബിയിലും ഒരു എലമെന്റ് ആണ്. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതെന്തുവാ നമ്മൾ പറഞ്ഞ് എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാന്ന് പറഞ്ഞ്, ഒന്നുകിൽ ഈ സിമ്പൽ ഓർ ഈ സിമ്പൽ, ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ ഇത് എം ടി സെറ്റ് എന്നല്ല, പിന്നെന്താണ്? ഈ സെറ്റിലെ ഒരു എലമെന്റ് ആണ് ആര്? ഈ ഫൈ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് നമ്മൾ ഫൈ ആയിട്ട് എടുത്തേക്കുന്നത്. കാരണം സെറ്റിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾസ് വരാം, നമ്പേഴ്സ് വരാം, എല്ലാം വരാം. അപ്പൊ ഈ സെറ്റിലെ ഒരു എലമെന്റ് ആണ് ആര്? ഈ സിമ്പിളായ ഈ ഫൈ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സെറ്റിൽ ഒരാളുണ്ട്, അതുകൊണ്ട് ഇതൊരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇത് എന്തൊരു സെറ്റാണ്? എം ടി സെറ്റ് എന്ന് പറയരുത്. പിന്നെ എന്താണിത്? സിംഗിൾട്ടൺ സെറ്റ്. ഇപ്പൊ സെറ്റിൽ ഒരു എലമെന്റ് ഉണ്ട്, ഇങ്ങനെയോ മാത്രം എഴുതുമ്പോൾ അതെന്താണ്? എം ടി സെറ്റ് ആണ്. പക്ഷെ ഇപ്പോഴെന്തല്ല, എം ടി സെറ്റ് അല്ല. അപ്പോൾ ഒരു സെറ്റില് അപ്പൊ ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സി എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ ഒരു സെറ്റില് ഒരേ ഒരു എലമെന്റ് മാത്രം ഉള്ളെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ്. SINGLETON, സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. അടുത്ത അഞ്ചാമത്തെ സെറ്റിന്റെ പേര് ഇക്വലന്റ് സെറ്റ് എന്ന് പറയും. EQUIVALENT, ഇക്വലന്റ് സെറ്റ്സ്. ഇക്വലന്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് A = സെറ്റ് 2 4 6 8 ആൻഡ് B = സെറ്റ് ABCD. നമുക്ക് ഇവിടെ രണ്ട് സെറ്റ് ഉണ്ട്. എയില് എലമെന്റ്സ് 2 4 6 8 ആണ്, ബിയിൽ എലമെന്റ്സ് ABCD ആണ്. നമുക്ക് എയുടെ ഓർഡർ അല്ലെങ്കിൽ കാർഡിനാലിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എയില് 4 എലമെന്റ്സ് ഉണ്ട്. അതുപോലെ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി എന്ന് പറയുന്നതും എത്ര തന്നെയാണ്? 4 തന്നെയാണ്. അപ്പൊ ഇവിടെ ആണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സെറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വലന്റ് സെറ്റ്സ് എന്ന് പറയും. രണ്ട് സെറ്റിലെ
സെയിം എലമെന്റ് വരണമെന്നില്ല, എണ്ണം സെയിം ആയിരിക്കണം. രണ്ട് സെറ്റിലെയും നമ്പർ ഓഫ് എലമെന്റ്സിന്റെ എണ്ണം സെയിം ആണെങ്കിൽ അത്തരത്തിലുള്ള സെറ്റുകളെ പറയുന്ന പേരാണ് എന്ത്? ഈക്വലന്റ് സെറ്റ്സ്. അടുത്ത ആറാമത്തെ സെറ്റിന്റെ പേര് ഇങ്ങനെയാണ്, ഈക്വൽ സെറ്റ്സ് എന്ന് പറയും. ഈക്വൽ സെറ്റ്സ്. ഈക്വൽ സെറ്റ്സ് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ എഴുതാം, A is equal to set of all x such that x is a letter in the word last എന്ന് എഴുതി. ലാസ്റ്റ്. അതുപോലെ ബി എന്നൊരു സെറ്റ് എഴുതുന്നു, സെറ്റ് ഓഫ് all x such that x is a letter in the word salt. അപ്പൊ നമുക്കിവിടെ രണ്ട് സെറ്റുകൾ എഴുതി. ഞാൻ സെറ്റുകളുടെ ഫോമിലാണ് എഴുതിയത്. നമ്മൾ ഈ സെറ്റിനെ നമ്മളൊന്ന് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ ആ എന്നുള്ള സെറ്റ് എന്തായിരിക്കും വരിക? എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലാസ്റ്റ്. ലാസ്റ്റ് എന്നുള്ള വേർഡ് ലെറ്റേഴ്സ് എഴുതാൻ പറഞ്ഞാൽ LAST. ബി എന്നുള്ള സെറ്റ് എഴുതിയാലോ എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് സാൾട്ട് SALT. ഓക്കെ, അവിടെ ലെറ്റേഴ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എല്ലാം എഴുതാം. ഇനി എയിലേക്കും ബിയിലേക്കും നോക്കിക്കഴിഞ്ഞാൽ കാർഡിനാലിറ്റി നോക്കിയാൽ, ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ, നമ്പർ ഓഫ് എലമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 4 ഉണ്ട്. ഇവിടെയും 1 2 3 4 ഇവിടെയും 4 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇത് രണ്ട് ഈക്വലന്റ് സെറ്റ് ആണ് എന്തായാലും. ഇനി ഈക്വൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ടായിരിക്കണം, അതേപോലെ ബിയിലെ എല്ലാ എലമെന്റ്സും എയിലും വരണം. അങ്ങനെയാണോ എന്ന് നോക്കാം. ഇവിടെ എയിലെ എൽ ഇവിടെ ഉണ്ട്, എ ഉണ്ട്, എസ് ഉണ്ട്, ടി ഉണ്ട്. ബിയിൽ നോക്കാം, എസ് ഇവിടെ ഉണ്ട്, എ ഇവിടെ ഉണ്ട്, എൽ ഇവിടെ ഉണ്ട്, ടി ഇവിടെ ഉണ്ട്. അപ്പോൾ എയിലെയും ബിയിലെ, അതായത് എ ആൻഡ് ബി ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ്. രണ്ടിലെ എലമെന്റ്സ് സെയിം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും നമ്മൾ പറയുന്ന പേരാണ് ഈക്വൽ സെറ്റ്സ് എന്ന് പറയും. പക്ഷെ ഇവിടെ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് ആ. പക്ഷേ നമ്മൾ പറഞ്ഞായിരുന്നു സെറ്റിലെ എലമെന്റ്സിന് എന്തില്ല? ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഓർഡർ ഇമ്മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് രണ്ടും എന്താണ്? ഈക്വൽ സെറ്റ്സ് ആണ്. രണ്ട് സെറ്റിലെയും സെയിം എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ആ രണ്ട് സെറ്റും ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ഈക്വൽ സെറ്റ്സ് എല്ലാം ഈക്വലന്റ് സെറ്റ്സുകളാണോ? ഈക്വൽ സെറ്റ്സ് എല്ലാം ഈക്വലന്റ് സെറ്റുകളാണോ? അതെ. ഈക്വലന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിന്റെ എണ്ണം മാത്രമേ നോക്കുന്നുള്ളൂ. എന്തായാലും ഇവിടെ നോക്കുക 4 പേര്, ഇവിടെ 4 പേര്. അപ്പൊ എന്തായാലും നമ്പേഴ്സിന്റെ സെറ്റിലെ നമ്പേഴ്സിന്റെ എണ്ണം സെയിം ആണെങ്കിൽ അത് ഈക്വലന്റ് ആകും. അപ്പൊ ഈക്വൽ സെറ്റ്സ് എല്ലാം ഈക്വലന്റ് ആണ്. ബട്ട് ദ കോൺവേഴ്സ് ഈസ് നോട്ട് ട്രൂ. ഈക്വൽ സെറ്റ്സ് എല്ലാം ഈക്വലന്റ് സെറ്റ് ആണ്, ബട്ട് ദ കോൺവേഴ്സ് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്പ് സെറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഫസ്റ്റ് വണ്ണിന്റെ പേര് MD സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്. രണ്ടാമത്തെ ഏതായിരുന്നു? ഫൈനൈറ്റ് സെറ്റ്. തേർഡ് വൺ ഇൻഫിനിറ്റ് സെറ്റ്. ഫോർത്ത് വൺ ഏതായിരുന്നു? സിംഗിൾട്ടൺ സെറ്റ്. ഫിഫ്ത്ത് വൺ ഈക്വലന്റ് സെറ്റ്. സിക്സ്ത് വൺ ഈക്വൽ സെറ്റ്സ്. അപ്പോൾ ഇത്രയും സെറ്റുകൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് ഈ സെറ്റുകൾ ഡിഫൈൻ ഈക്വലന്റ് സെറ്റ് എന്നോ അല്ലെങ്കിൽ വാട്ട് ഈസ് സിംഗിൾട്ടൺ സെറ്റ് എന്നോ അങ്ങനെയൊന്നും എക്സാം ചോദിക്കത്തില്ല. ഇത് അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, അതുപോലെ MD സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ടൈപ്പ് സെറ്റുകൾ നിങ്ങൾ നോട്ട്സ് ആയിട്ട് നോട്ട്ബുക്കിൽ എഴുതണം. അപ്പോൾ അത് ഈ ബോർഡിലുണ്ട്. ഈ ബോർഡിൽ നോക്കി ഫസ്റ്റ് MD സെറ്റ് അതുപോലെ ഇത്രയും കാര്യങ്ങൾ ബോർഡിൽ നോക്കി എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എഴുതിയെടുത്തതിന് ശേഷം എല്ലാം ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും കൊണ്ട് നിർത്താം. ഓക്കെ, നന്ദി.